ഹലോ, ഇത് കണ്ടോ? ഇതുപോലെ കല്ല് വരുന്ന ഇതൊരു എൻഗേജ്മെൻറ്റ് ഡ്രസ്സാണ്. അപ്പോൾ ഇതുപോലെ നിറച്ച് കല്ല് വരുന്ന വർക്കാണ്. ഇത് ഫുള്ള് നല്ലൊരു ഹെവി ഫ്രോക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ഓൾട്രേഷനായിട്ട് വന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഓൾട്രേഷൻ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആകെ തലപൊഞ്ഞ് നിൽക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഫുള്ള് കല്ലാണ്. നമുക്ക് പറിക്കുന്നതിനൊരു പരിധിയുണ്ട്. മാത്രമല്ല നമ്മുടെ നഖമൊക്കെ ഒത്തിരി വേദനയാവും, നമുക്കറിയാലോ. പക്ഷേ നോർമൽ ബീഡ്സൊക്കെ നമുക്ക് അടിച്ച് പൊട്ടിക്കെങ്കിലും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ആകെ കൺഫ്യൂസ്ഡായി നിൽക്കുമ്പോഴാണ് ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ അതങ്ങ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കി. സംഭവം സക്സസ് ആണ്. ഇതാ നമ്മൾ ഈ പ്രഷർ ഫുട്ട് ഇവിടെ നിന്ന് പ്രഷർ ഫുട്ട് മുഴുവനായിട്ട് ഊരി മാറ്റാം. ഇവിടെ ഇപ്പോൾ പ്രഷർ ഫുട്ടില്ല. പ്രഷർ ഫുട്ട് മുഴുവനായിട്ട് ഊരി മാറ്റാം. എന്നിട്ട് നമ്മൾ വെറുതെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ? പ്രഷർ ഫുട്ട് ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട്. പ്രഷർ ഫുട്ടില്ല. പക്ഷേ നമുക്ക് തുണി വെക്കുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ അങ്ങനെയുള്ള തയ്ച്ച് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ നൂലൊന്ന് ഫസ്റ്റിൽ പിടിച്ച് കൊടുത്തിട്ട് നമ്മളങ്ങ് തയ്ച്ച് പോയാൽ മതി. പക്ഷേ കൈ കൊണ്ട് നമ്മൾ നല്ലോണം കൺട്രോൾ ചെയ്യണം. ഇതുപോലെ തുണിയെ നമ്മൾ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കണം. സോറി ഗൈസ്, സൂചി പൊട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, വല്ലാതെ അങ്ങ് തയ്ക്കാൻ പറ്റില്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ച് തയ്ച്ചാൽ സൂചി പൊട്ടാതെ നമുക്കിതുപോലെ തയ്ച്ചെടുക്കാം. ഓവർ ആവേശമാക്കാതെ ഒന്ന് ശ്രദ്ധിച്ച് തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഞാനിത് ആദ്യം ഫുൾ തയ്ച്ചതായിരുന്നു. അപ്പോൾ തയ്ച്ച് കഴിഞ്ഞപ്പോൾ സംഭവം സക്സസ് ആണെന്ന് കണ്ടപ്പോൾ വീഡിയോ ഇടാമെന്ന് കരുതി ചെയ്തതാണ്. പക്ഷേ ആവേശം കൂടിയപ്പോൾ കയ്യിൽ നിന്ന് പോയി. ഇനി ഇതിനേക്കാളും നല്ല എളുപ്പവഴി എന്തെങ്കിലും അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കണേ. താങ്ക് യു.